ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം തുടങ്ങുന്നു. വിശ്വരൂപദർശന യോഗം. കുറച്ച് അതിനെപ്പറ്റി പറഞ്ഞതിന് ശേഷം ശ്ലോകങ്ങൾ തുടങ്ങാം. കഴിഞ്ഞ അധ്യായത്തിലെ വിഭൂതി യോഗത്തിലെ ഭഗവാൻ ശ്രേഷ്ഠമായ വിഭൂതികളെക്കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുത്തു. സർവ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന, വിശ്വമാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പരമ്പൊരുളാണ് താൻ എന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കി. വിഭൂതി മാഹാത്മ്യങ്ങൾ എല്ലാം സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരനും താനാണ് എന്ന് പറഞ്ഞു കൊടുത്തു. തൻ്റെ ചെറിയൊരംശം കൊണ്ടാണ് ഈ ജഗത്ത് മുഴുവനും, ജഗത്തിലെ സർവചരാചരങ്ങളെയും താങ്ങി നിർത്തുന്നത് എന്നും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് കേൾക്കുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ വിജ്ഞാനം എന്ന് പറഞ്ഞ മാതിരി ഇതിൻ്റെ പ്രായോഗികത, അതായത് പ്രായോഗിക പ്രദർശനം, എന്താണ് തൻ്റെ വിശ്വരൂപം എന്ന് അറിയാൻ അർജുനന് ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തൻ്റെ രൂപം അർജുനന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാറ്റിലും ഈശ്വര സാന്നിധ്യം നമുക്ക് ദർശിക്കണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാനും നീയും ഒന്ന് തന്നെ എന്ന് തിരിച്ചറിയണമെങ്കിൽ ധാരാളം അറിവ് നമ്മൾ നേടേണ്ടതുണ്ട്. എല്ലാറ്റിൽ നിന്നും വൈരാഗ്യം സമ്പാദിച്ച്, അതായത് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് നിർവികാരമായിട്ട് മൗനമായ മനസ്സോടുകൂടെ അതിലേക്ക് മാത്രമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ബുദ്ധിയോടുകൂടെ ജഗത്തിനെ വീക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ ലോകത്തെ വീക്ഷിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച നമ്മൾക്ക് കിട്ടണം. ആ നിലയിലെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഈ വിശ്വരൂപ ദർശനം, ഭഗവാന്റെ വിഭൂതികളൊക്കെ പറഞ്ഞെങ്കിലും ഇതെല്ലാം നൽകണമെങ്കിൽ, ഈ വിശ്വരൂപ ദർശനം കൂടെ കാണണമെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ആധ്യാത്മവിദ്യയെ ഭഗവാനിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അനുഗ്രഹീതനായി എന്നാണ് പറയുന്നത് അർജുനൻ. നമ്മളിപ്പം 10 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഭഗവത്ഗീതയിൽ. ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരു ഹിന്ദുമതത്തിന് വേണ്ടി മാത്രമല്ല. അത് നമ്മൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ. ശ്ലോകം ചൊല്ലണമെന്നോ അതിൻ്റെ അന്വയം പഠിക്കണമെന്നോ അല്ല, പക്ഷെ അതിൻ്റെ തത്വങ്ങൾ എല്ലാ മതക്കാർക്കും പഠിക്കാം. നമ്മൾക്കും മറ്റുള്ള മതങ്ങൾ പഠിക്കുന്നതിന് ഹിന്ദുക്കളായ നമ്മൾക്കും മടിയൊന്നുമില്ല. എനിക്ക് മടിയൊന്നുമില്ല. എല്ലാ മതങ്ങളും പഠിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ അത്രയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. നമ്മുടെ മതം തന്നെ പഠിച്ചു തീരാൻ ധാരാളമുള്ളപ്പം മറ്റു മതങ്ങളിലേക്കും കൂടെ വായിച്ചെത്താനായിട്ട് പറ്റുന്നില്ല. എല്ലാറ്റിലും ഒന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ചില കാര്യങ്ങളൊക്കെ അവരുടെ ഉദാഹരണങ്ങളും അല്ലെങ്കിൽ അവരുടെ തത്വങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് പ്രഭാഷണങ്ങളായിട്ടും പല സോഴ്സ് കൂടെയും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത്. അത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ തത്വങ്ങൾ, ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ ആത്മതത്വങ്ങൾ കേട്ടിട്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കാനുള്ളതല്ല. നമ്മൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനൊരു ഇഷ്ടം വേണം. ആദ്യം ഒരു ടീച്ചറെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഇത് കേൾക്കണമെന്ന് ആഗ്രഹം വേണം. അത് കേൾക്കണം. ഇനി അപ്പോൾ കേട്ട് കഴിഞ്ഞാലോ അത് പ്രാക്ടിക്കലാക്കാനുള്ള ഒരു കഴിവും കൂടെ വേണം. അതില്ലാതെ ഞാൻ നാരായണീയം മുഴുവനായിട്ടും കാണാതെ പഠിച്ചു, ഭഗവത്ഗീത മുഴുവനായി കാണാതെ പഠിച്ചു, വിഷ്ണു സഹസ്രനാമം മുഴുവനായിട്ടും എനിക്കറിയാം, ലളിതാ സഹസ്രനാമം എനിക്കറിയാം, ഇതെല്ലാം ഞാൻ എന്നും ചൊല്ലുന്നതാണ്. എന്നും ചൊല്ലുമ്പോൾ നമുക്ക് നല്ല സ്പീഡും നല്ല പ്രാക്ടീസും ഒഴുക്കോടുകൂടെ ചൊല്ലാനൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ അതിലെന്താണ് പറഞ്ഞത്? അർജുനനോട് എന്തൊക്കെയോ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് കാര്യമില്ലല്ലോ, അങ്ങനെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അപ്പം താല്പര്യം, വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്നാണ്. ആർക്കാണോ കേൾക്കാൻ ആഗ്രഹം അവർക്കാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും ഇത് കേട്ടാൽ തന്നെ അതൊന്ന് ഉൾക്കൊണ്ട്
അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ ഉള്ള നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്ന, നമ്മൾക്ക് ജീവിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്. അതിൽ നിന്ന് ചെറിയ കാര്യങ്ങളായിട്ടെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളും കൂടെ ഉണ്ടാക്കുക. അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഭഗവാൻ അർജുനന് ഏകദേശം ഇപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് പറഞ്ഞത്. അർജുനൻ്റെ രോഗം അല്ലേ, നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞ മാതിരി വിഷണ്ണനായിരിക്കുന്ന അർജുനന് ഗീതാമൃത രസായനം, ദശമൂല രസായനം എന്നൊക്കെ പറയുന്ന പോലെ ഗീതാമൃതമാകുന്ന രസായനം ഓരോ സ്പൂണായിട്ട് കൊടുക്കുകയാണ്. അത് 18 സ്പൂണ് അല്ലെങ്കിൽ 18 ഔൺസ് കൊടുക്കണം മരുന്ന്. ഓരോരോ ഔൺസായിട്ട് കൊടുക്കുകയാണ്. നമ്മളും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 11ാമത്തെ ഔൺസിലേക്ക് എത്തി. ഇപ്പോൾ അർജുനൻ 10 ഔൺസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോഴേക്കും അർജുനൻ തന്നെ പറയുകയാണ്, എനിക്ക് ഭേദമായി ഇപ്പം അസുഖമെന്ന്. എന്താ ഗുണം നോക്കൂ, എൻ്റെ രോഗം കുറച്ച് ഭേദമായിട്ടുണ്ട് കേട്ടോ ഇപ്പം. അത് തന്നെ ഒരു ഡോക്ടർക്ക് അല്ലേ കേട്ടാൽ തന്നെ രോഗി തന്നെ പറയുകയാണ് എൻ്റെ അസുഖമൊക്കെ ഭേദമായി ഡോക്ടറേന്ന്. അപ്പം നല്ല കാര്യമല്ലേ. മാത്രമല്ല ഭഗവാന് പൂർണ്ണ വിശ്വാസമുണ്ട്, ഈ 18 ഔൺസും കഴിയുമ്പോഴേക്കും എന്തായാലും അസുഖം ഭേദമാവുമെന്ന്. ഇവിടെ 18ൻ്റെ ആവശ്യം വന്നില്ല. അപ്പോഴേക്കും തന്നെ പറയണത് എനിക്ക് നല്ല ഭേദമായിട്ടോ, എന്നാലും മുഴുവൻ കഴിക്കാം, കോഴ്സല്ലേ. ആൻറ്റിബയോട്ടിക്സൊക്കെ എടുക്കുമ്പോൾ കോഴ്സാണ്, അപ്പോൾ അത് മുഴുവനായിട്ട് കഴിക്കണം. എനിക്ക് കേൾക്കാൻ ഇനിയും താല്പര്യമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ രസായനത്തിന്. അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ, തോണ്ടി തിന്നുകൊണ്ടേ ഇരിക്കും ചിലപ്പം. അവരുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മധുരം ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഇനിയും കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ടീച്ചർ അതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരുമോ എന്ന് പറയുന്ന കുട്ടികളുള്ള ഒരു തലമുറയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അധികമില്ല. ഞാൻ പഠിപ്പിക്കുന്നതിലില്ല, ഉണ്ടാവാം. ഇനിയും കേൾക്കണം. അതിൻ്റെ എല്ലാ ലെവലും, അതായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു തരുമോ, എന്നാൽ ഞങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നില്ല, ഉണ്ടാവാം. അതുപോലെ എനിക്ക് ഇനിയും കേൾക്കണം എന്നാണ് അർജുനൻ പറയുന്നത്. മുഴുവനായിട്ടും കേൾക്കാതെ തന്നെ ഇത്ര എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഭഗവാനും എളുപ്പമായി ഒരാശ്വാസം അർജുനനിൽ നിന്ന് വരികയാണല്ലോ ചെയ്തത്. അപ്പം അർജുനൻ്റെ മനസ്സിലെ ഞാൻ എൻ്റെ എന്നുള്ള ഒരു തത്വം അല്ലെങ്കിൽ അഹങ്കാരം അർജുനനും ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും ഭഗവാൻ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുനന് ആ ലോകം മുഴുവനും, വിശ്വം മുഴുവനായിട്ടും തൻ്റെ കൈക്കുള്ളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്ന പോലെ ഭഗവാന്റെ രൂപം, യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കാം, തെറ്റില്ല. അർജുനൻ അതിന് ഉള്ള മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും അത്രയ്ക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അതും കൂടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിശ്വാസമാവുമല്ലോ. അപ്പം നമ്മൾ കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുമ്പോൾ 2 കെമിക്കൽസ് തമ്മിൽ ചേർക്കുമ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നു എന്ന് വെറുതെ ക്ലാസ് എടുക്കുന്നതിന് പകരം ലാബിൽ ചെന്ന് ആ കെമിക്കൽസ് എന്താണോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു റെഡ് പ്രസിപ്പിറ്റേറ്റ് അവിടെ കാണുമ്പോൾ കുട്ടിക്ക് സന്തോഷം വരുന്ന പോലെ, കണ്ടു ഞങ്ങൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത്. അപ്പോൾ അത് അവരുടെ തലയിൽ ഉറച്ചു. കാരണം ഇനി അവർക്ക് പരീക്ഷയ്ക്ക് പോലും തെറ്റില്ല. പിന്നെ നെസ്ലെസ് റിയേജൻ്റൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ച് റിങ് ഫോം ചെയ്യുന്ന ബ്രൗൺ റിങ് ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതല്ല. അങ്ങനെയുള്ള ചെറിയ ട്രിക്കുകൾ അപ്പോൾ ഒന്ന് കാണിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അർജുനന് കൂടുതൽ വിശ്വാസമാവുമല്ലോ എന്ന്. ഇനി ഈ വിശ്വരൂപ ദർശനം എന്നുള്ള ഈ അധ്യായം വ്യാസഭഗവാന്റെ കഴിവ് മുഴുവനായിട്ടും ഈ അധ്യായത്തിൽ പ്രകടമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അർജുനൻ്റെ മുഖത്തുണ്ടാവുന്ന എല്ലാ വികാരങ്ങളും, അമ്പരപ്പ്, വിസ്മയം, ഭയം, ഭക്തി, വിനയം, അങ്ങനെയുള്ള എല്ലാ വികാരങ്ങളെയും വളരെ ഭംഗിയോടുകൂടി തന്മയത്വത്തോടു കൂടിയിട്ടാണ് ഈ ശ്ലോകങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും നല്ല ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. നമ്മളുടെ സാധാരണക്കാരൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തൊക്കെയാണ്, ആർക്കും മനസ്സിലാവില്ല എന്നാണ്.
ആർക്കും മനസ്സിലാവില്ല എന്നാണ്. നാരായണീയത്തിലേക്കാളും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ് ഇതിലത്തെ ശ്ലോകങ്ങളെന്ന് തോന്നുന്നു. മറ്റേത് കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, അത് പറഞ്ഞു തരുന്നുണ്ടല്ലോ, വായിച്ച് അർത്ഥം പറഞ്ഞു തരാൻ ആചാര്യന്മാരും കൂടി ഉണ്ടാവുമ്പോൾ നമ്മൾക്കത് എളുപ്പത്തിൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും വളരെ കൃത്യമായിട്ട് ഓരോ അധ്യായങ്ങളായിട്ട് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ആര് തന്നെ ആയാലും അത് കേൾക്കുക വേണ്ടു നമുക്ക്. ആ കേട്ട് കഴിഞ്ഞ് അതൊന്ന് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ അധ്യായത്തിലേക്ക് തുടങ്ങുകയാണ്, അധ്യായത്തിലേക്ക് പോവുകയാണ്. ആദ്യം അർജുനനാണ് പറയുന്നത്. ആദ്യത്തെ ശ്ലോകം വായിക്കാം. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത് ത്വയോക്തം വജസ്തേന മോഹോയം വിഗതോ മമ. മലയാളം: എന്നെ അനുഗ്രഹിപ്പാനായി അങ്ങൊന്നോദിയ സൂക്തികൾ ഗുഹ്യമാധ്യാത്മികം കേട്ടൻ മോഹമെല്ലാം അകന്നിതു. വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. മദനുഗ്രഹായ, എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, പരമം ഗുഹ്യം, പരമരഹസ്യമായ, അധ്യാത്മസംജ്ഞിതം യത് വജഹ, ആത്മതത്വത്തെക്കുറിച്ച് അങ്ങ് നൽകിയ, ത്വയാ ഉക്തം തേന മമ മോഹ അയം വിഗതഃ, അങ്ങ് നൽകിയ ഉപദേശം കൊണ്ട് എൻ്റെ ആശയക്കുഴപ്പം അല്ലെങ്കിൽ മോഹങ്ങൾ, വ്യാമോഹങ്ങളെല്ലാം അയം വിഗതഃ, ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ രോഗി തിരിച്ച് ഡോക്ടറോട് പറയുന്ന പോലെയാണ്. എനിക്ക് വളരെ സന്തോഷമായി ഇതെല്ലാം കേട്ടപ്പോൾ. ഞാനിങ്ങനെ അത്ഭുതം കൂറി, നേരത്തെ പറഞ്ഞ മാതിരി അമ്പരപ്പ്, വിസ്മയം, അത്ഭുതം, ഇതെല്ലാം അർജുനൻ്റെ കണ്ണുകളിൽ ഭഗവാൻ ദർശിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമായി ഇതെല്ലാം കേട്ടപ്പോൾ. ഇതാണല്ലേ സാക്ഷാൽ ഭഗവാൻ എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങ് എൻ്റെ അനുഗ്രഹത്തിനായിട്ട് പറഞ്ഞതെന്താണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഭഗവത് അനുഗ്രഹം കിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ അതിന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. അതിന് ആഗ്രഹമുള്ളവർ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ ഇരുന്ന് തരുള്ളൂ. അല്ലെങ്കിൽ അപ്പം തന്നെ അർജുനൻ എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് എണീറ്റ് ഓടിയേനെ. അപ്പം എന്തിനെപ്പറ്റി അറിഞ്ഞാലാണ് മുഴുവൻ അറിവും പൂർണ്ണമാകുന്നത്? ആ അറിവാണല്ലോ ഭഗവാനെ അങ്ങ് എനിക്ക് ഇത്രയും നേരം ഉപദേശിച്ചു തന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ എൻ്റെ ആശയക്കുഴപ്പം മുഴുവനായിട്ടും മാറിയിരിക്കുന്നു. ഇനി ഇത് സാധന ചെയ്യും കൂടെ വേണ്ടു. ഇതെല്ലാം ഇപ്പോൾ കേട്ടു, മനസ്സിലാക്കി. ഇനി എന്താണ്? പ്രാക്ടിക്കൽ, എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കും കൂടെ ചെയ്താൽ മതി. അപ്പം മുഴുവനാവും. അത് ഇതേപോലെ തന്നെ നമ്മളോടും കൂടെ പറയാണ്. അർജുനൻ ചെയ്ത പോലെ തന്നെ ശ്രദ്ധയോടെ ഇതെല്ലാം ഇപ്പം ഇത്രയും അധ്യായങ്ങൾ കഴിഞ്ഞു, അതെല്ലാം കേൾക്കുന്നവർക്ക് ഞാൻ എൻ്റേത് എന്ന തത്വം മനസ്സിൽ നിന്ന് മാറും. നമ്മൾക്ക് എല്ലാം, ലോകത്തിലുള്ള എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു വ്യഗ്രതയോട് കൂടിയിട്ടാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നും എപ്പോഴും എന്തെല്ലാം വെട്ടിപ്പിടിക്കാൻ പറ്റും. എന്തെല്ലാം വെട്ടിപ്പിടിച്ചിട്ട് എന്താണ് കിട്ടുന്നത്? നമുക്ക് 6 അടി മണ്ണ് മാത്രമേ അവസാനം ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരാൾ കൈ നീട്ടി കയ്യിൽ മുഴുവൻ നോട്ട് കെട്ട് പിടിച്ച് മരിച്ചു കിടക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്താണ് കാര്യം? അതും കത്തിക്കാനല്ലേ പോകുന്നത്. അതുകൊണ്ട് ഒന്നും തന്നെ ശാശ്വതമല്ല. എല്ലാം നമ്മൾ വെട്ടിപ്പിടിച്ച് ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുന്ന പോലെ, രാജാക്കന്മാർ ഓരോ രാജ്യങ്ങൾ കീഴടക്കുന്ന പോലെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വളരെയധികം നമ്മളുടെ മനസ്സിൽ പല പല ചിന്തകൾ വരുമല്ലോ. സുഖചിന്തകളും ദുഃഖചിന്തകളും വരും. കാരണം ഞാനൊരു സാധനം വെട്ടിപ്പിടിക്കണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്നാണ് അത് മേടിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും, എങ്ങനെയായാലും എല്ലാം സുഖങ്ങളല്ല, ദുഃഖങ്ങൾ ധാരാളമായിട്ടും ഉണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ എന്ന നമ്മുടെ വിചാരങ്ങൾ മനസ്സിൽ നിന്ന് നീക്കി ഇത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ തന്നെ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം ബൈഹട്ട് പഠിച്ചു, അല്ലെങ്കിൽ എല്ലാം മുഴുവനായിട്ട് എനിക്ക് കാണാതെ അറിയാമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും കൂടെ വേണം. അപ്പോൾ അർജുനൻ പറയുന്നത് എൻ്റെ ഒരു
അഹങ്കാര ബുദ്ധിയോട് ശരിക്കും ഞാനൊരു അഹങ്കാര ബുദ്ധിയോട് കൂടിയിട്ടാണ് ആദ്യം നിന്നിരുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും തന്നെയില്ല. അങ്ങയുടെ ഉപദേശം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറി. എൻ്റെ തെറ്റിദ്ധാരണകൾ മുഴുവനായിട്ട് നീങ്ങിപ്പോയി. മോഹോയം വിഗതോ മമ എന്നാണ്. അവിടെ അർജുനനൊരു നന്ദി പ്രകടനം കൂടെ ചെയ്യുകയാണ്. കൃതജ്ഞതാപൂർവ്വമാണ് പറയുന്നത്. അങ്ങ് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം തന്നെ ആധ്യാത്മിക രഹസ്യങ്ങൾ എനിക്ക് ഉപദേശിച്ചു തന്നത് എനിക്ക് വളരെ എൻ്റെ മനസ്സിൽ നിന്നും ഇതെല്ലാം നീക്കാൻ വളരെയധികം സഹായിച്ചു. വളരെ നന്ദിയോട് കൂടിയിട്ട് ഭഗവാനോട് കൈകൂപ്പി തൊഴുതു പറയാണ്. അപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ ഇതിന് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, തേഷമേവ അനുകമ്പാർത്ഥം എന്ന്. അപ്പോൾ ഭഗവാൻ ഭക്തന്മാരോടുള്ള ഒരു അനുകമ്പ കൊണ്ട് ഞാൻ അവരുടെ അജ്ഞാനത്തെ നീക്കും എന്ന് മുന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അർജുനൻ്റെ സംശയങ്ങൾ നീക്കുന്നതോട് കൂടെ തന്നെ അർജുനനൊരു വെളിപാടുണ്ടാവുക എന്ന് പറയില്ലേ, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇപ്പം തന്നെ സന്തോഷമായിട്ടാണ് അർജുനൻ ഇരിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് യുദ്ധക്കളത്തിലാണല്ലോ. ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ ഏകാഗ്രതയോട് കൂടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അർജുനനും വളരെ നല്ല കുട്ടിയായിട്ട് ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് ടീച്ചർ പറയുന്നത് മുഴുവനും കേൾക്കുന്ന ഒരു കുട്ടിയായിട്ട്, ബെഞ്ച് ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ലാസ്റ്റ് ബെഞ്ചിലായാലും, പക്ഷേ ടീച്ചർ പറയുന്നത് മുഴുവനും കേൾക്കുന്ന ഒരു കുട്ടിയായിട്ട് വളരെ ഏകാഗ്രതയോടെ ഇതെല്ലാം കേൾക്കുന്നു. അത് കേട്ടത് മുഴുവനും മനസ്സിലാക്കുന്നു. അപ്പോൾ ധൃതരാഷ്ട്രം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ്, ആകെ ഒരു എൻ്റെ ശത്രുക്കളെ തോൽപ്പിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭക്തി ശ്രദ്ധയൊന്നും അത്ര വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മബോധം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ആരാണോ ഇത് ഇത്രയും നന്നായിട്ട് ഉൾക്കൊള്ളുന്നത് അവർക്ക് മാത്രമേ ഈ ആത്മബന്ധം ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഒരു ശ്ലോകമേ വായിച്ചിട്ടുള്ളൂ. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസവിഷ്ണോ.